ഞാൻ ഉപയോഗിക്കുന്ന ബാത്റൂം തന്നെ 5 ലക്ഷം രൂപ വിലയുണ്ട്, അറിയാമോടാ? അതൊക്കെ ഞങ്ങളുടെ ബാത്റൂം കാണണം. 5.5 കോടി. പിന്നെ 5.5 കോടിയുടെ ബാത്റൂം എവിടാ? പിന്നെ താമരാക്ഷന്റെ റബ്ബർ തോട്ടം തോന്നുന്നു 250 രൂപയ്ക്ക് ഇരിക്കുന്ന പാറയാണ്. സീറ്റിങ്ങിന്റെ ഒരു വിഷയമുണ്ട്. താമരാക്ഷനെ ഒന്ന് വിളിക്കണം. ചടങ്ങിന് വിളിക്കുകയാണോ അണ്ണാ? കുറ്റിപ്പുല്ല് മൂട്ടിത്തട്ടി തുടങ്ങിയെന്ന്. വട, പത്തിരി, ഉണ്ടമ്പര്, സവാളയുടെ സുഖം മേൽപ്പറഞ്ഞ കടികളൊന്നും ഇവിടെ ഇല്ല. മെനു ഉണ്ടോ? ഇല്ല, അങ്ങനെയുള്ള ചീപ്പ് ഐറ്റംസ് ഒന്നും നമ്മൾ ഉണ്ടാക്കാറില്ലെന്നേ. ചേച്ചിക്ക് എന്താ വേണ്ടത്? The other one. അതർ ബണ്ണ ബണ്ണൊന്നും ഇവിടെ ഇല്ല. ബണ്ണല്ല, No. മറ്റേ അപ്പം മുട്ടക്കറി. Yeah, that one. അവിടെ 2 ഗ്ലാസ് കൊടുത്തേ. കടിയില്ലാന്ന് പറഞ്ഞിട്ട് നന്നേ മാന്തണ്ടല്ലോ. Oh, disgusting. എന്താ ഇത്? അപ്പം മുട്ടക്കറിയും പുട്ടും കടലയും. അത് മനസ്സിലായി. ഈച്ചയൊക്കെ വന്നിരുന്ന ഭക്ഷണമാണ് ഇവിടുത്തെ ആൾക്കാർക്ക് വിളമ്പുന്നേ. ഇത് ഞാൻ വളർത്തുന്ന ഈച്ചയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അയ്യോ ഈച്ച ഇവിടെ വരില്ലെന്ന് പറഞ്ഞാൽ ഈച്ച അനുസരിക്കാനൊന്നും പോലില്ല. Show me your hands. എന്താണ്? തന്റെ കൈയൊന്ന് കാണിക്കാൻ. എന്താ കുഴപ്പം? നല്ല സൂപ്പർ കൈയാണല്ലോ. ചേച്ചി കൈ നോക്കാൻ അറിയാമോ? ഈ കൈ കൊണ്ടാണോ താൻ ഇവിടുത്തെ സാധനങ്ങൾ എടുത്തുകൊണ്ടേ വെക്കുന്നേ? പിന്നല്ലാതെ? നഖം ക്ലീൻ ചെയ്തൂടെ? പിന്നെ എനിക്കിവിടെ തൂറാൻ പോലും സമയം കിട്ടല്ലോ. അതിനിടക്കല്ലേ കൈയുടെ നഖം വെട്ടാൻ പോണത്. എനിക്ക് തന്റെ ഭക്ഷണം വേണ്ട. അയ്യോ, ആരും തള്ളരുത്, തിരക്ക് കൂട്ടരുത്. തള്ളരെന്ന് ഉദ്ദേശിച്ച് ഞാൻ തള്ളുകയെന്നല്ല, നിങ്ങളാരും തള്ളരുത് എന്ന്. ഞാൻ തള്ളിക്കോളാം പ്ലീസ്. ഈ വർഷത്തെ 2024 സിസ്റ്റോഗ്രാം അവാർഡ്, നാഷണൽ അവാർഡാണ് കേട്ടോ. കേരളത്തിൽ നിന്ന് ഞങ്ങളൊരു 10,500ഓളം ഈ സിസ്റ്റോഗ്രാം ആൾക്കാർ മത്സരിച്ചെങ്കിലും അവസാന റൗണ്ടിൽ എൻ്റെ കൂടെ കട്ടയ്ക്കുന്ന ഒരു ചേട്ടനേ ഉള്ളൂ, സജി പാല എന്ന് പറയും. നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു അയാളെ. ആ പുള്ളിക്കാരനാണ് അവസാനം കട്ടയ്ക്കുന്നത്. പക്ഷേ അവസാന റൗണ്ടിൽ പുള്ളി തള്ളിപ്പോയി. എനിക്കാണ് ഈ വർഷത്തെ. അങ്ങനെ ഇന്ത്യയിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ്. അത് പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നൊരു മലയാളി. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാം അതിൽ. നന്ദി, നമസ്കാരം. എനിക്ക് എന്താ പറയണമെന്നറിയാം, വാക്കുകൾ കിട്ടുന്നില്ല. പ്ലീസ് ഓക്കെ, തള്ളല്ലേ. I'm waiting. ദഹനക്കാരൻ ഗോവിന്ദനാശാന്റെ എന്റെ മുത്തശ്ശനാ. ഞങ്ങള് പാരമ്പര്യമായിട്ട് ദഹനക്കാരാണേ. ഇങ്ങനെ തെക്കേ കോവിലത്തെ കൊച്ചി തമ്പുരാട്ടിയുടെ കല്യാണത്തിന്റെ ആ അടപ്രഥമന്റെ സ്വാദ് ഇപ്പോഴും എന്റെ നാക്കിലുണ്ട്. ഇപ്പൊ മനസ്സിലായി നമ്മളാരണാവോ? ഞാനോ? വധുവിന്റെ അപ്പൂപ്പന്റെ കുഞ്ഞമ്മയുടെ നാത്തൂന്റെ അടപ്രഥമൻ തിന്നാൻ വന്ന ആളല്ലേ? ഒന്ന് നിർത്ത നേരെ. കൊറേ നേരായി പല്ലില്ല. कहीं से ये अजनबी तू भी कभी आवाज में कहीं से मैं यहाँ तू कीडो ആഹല്ല ഇതൊന്ന് തൂക്കിയിടോ, ഇതങ്ങോട്ട് തൂക്കിയിടോ. തൂക്കിയിട്ടല്ലേ ബാക്കി കാര്യങ്ങൾ നടക്കും. അതുകൊണ്ടാ ഇവിടെ വെക്കാം ചേട്ടാ. ഇരിക്കൂ. സിംഗിൾ ആണ്, നമുക്ക് ഡബിൾ ആക്കാം. കട്ടില്ലേ? എന്തോന്ന്? എനിക്ക് നാണാ. എനിക്കാണെങ്കിൽ നാണമാനം ഇല്ലാത്തവൻ അല്ല. എനിക്ക് പിന്നെ നാണമുണ്ട്, പക്ഷെ ഞാൻ ഉള്ളിൽ ഒതുക്കിയാണ് നിർത്തുന്നത്. എനിക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. പിന്നെ പോകട്ടെ. പിന്നില്ല, സൂചി വല്ലതും കിടമതിയാ. എന്തിനാ പിന്നു വേണോന്ന് പറഞ്ഞു എന്താ കുത്താൻ? അയ്യോ അതല്ല, എനിക്കെന്താ വിളിക്കണ്ടെന്ന് അറിയാത്തോണ്ട് പിന്നേന്ന് വിളിച്ചതാ. രാജൻ. ഓ രാജേട്ടൻ. ഓ രാജനല്ല, തെന്മല. ആരാ? അമ്മ. ഇവരെന്തിനാ എപ്പോഴും കിടന്ന് വിളിക്കുന്നേ? എവർക്ക് വേറെ പണിയൊന്നും ഇല്ലയോ? ഇവരെ മോനാരെങ്കിലും പിടിച്ച് തിന്നോ? ഒന്നും മിണ്ടായില്ലേ. ഹലോ അമ്മ, പറയ്. എന്തായി? എന്ത് പറഞ്ഞു ഡോക്ടർ? ചെക്കപ്പ് ചെയ്യണം. ഇപ്പൊ 10,000 നോക്കിയിട്ട് കാര്യമില്ലല്ലോ അമ്മേ. ചെക്കപ്പ് ചെയ്യണം. എന്താ? അമ്മ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ പോയി. അപ്പൊ ഡോക്ടർ പറയുന്നത് ചെക്കപ്പ് നടത്തണം 10,000 ആവും പറയുന്നു. എന്ത് കിട്ടുന്ന എന്നോട് ചോദിക്കുന്നു. 10,000 രൂപയോ? എന്തോ ഇവിടെ നോട്ടച്ചിട്ട് വല്ലതും ഉണ്ടോ? അവരോട് പോയി പറ, വല്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കിടക്കാൻ. അമ്മ അതെ, ഈ 10,000 രൂപ കൊടുത്ത് നമുക്ക് അതിനേക്കാളും നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകുന്നല്ലേ നല്ലത്. ചോദിച്ചു. ഇന്ദു അത് തന്നെ പറയുന്നത്, സർക്കാർ ആശുപത്രി പോയാൽ മതി. ശരി. എന്തിനാ സെന്തിലേട്ടാ എന്റെ പേര് പറഞ്ഞേ? അവരെന്തോ വിചാരിക്കും എന്നെ കുറിച്ച്? നിന്റെ അമ്മ നിന്നെ കുറിച്ച് എന്ത് വിചാരിക്കേ? എന്റെ അമ്മയോ? പിന്നെ എന്റെ അമ്മയുടെ കാര്യം നിന്റെ അടുത്ത് അഭിപ്രായം ചോദിക്കേണ്ട കാര്യമുണ്ടോ? പേടിച്ചു പോയല്ലേ ഞാൻ. എന്തിരി എന്താ ഒന്ന് മേക്ക് ഓവർ ആക്കണം. അയ്യോ മുഖി ഒന്ന് വെട്ടിത്തരണം.
മുടി വെട്ടണ അങ്ങനത്തെ വെട്ടല്ല. ഈ ഭാഗത്ത് മൊത്തം വെട്ട, ഈ ഭാഗത്ത് മൊത്തം വെട്ട. 3 കീറ്റിങ് കൂട്ടി 3 കീറ്റിങ് കൂട്ടും. നമ്മള് സൂര്യനെ പോലെ. ഹിപ്പിയോ ക്രോപ്പോ? ഹിപ്പിങ് ക്രോപ്പല്ല, അത് പഴയ സ്റ്റൈലല്ലേ, ഒരു നൂതന സ്റ്റൈല്. അത് ഈട ഒരു 3 കളറായിക്കോട്ടെ, പച്ച മഞ്ഞ ചോപ്പ്, പിന്നെ ഇവിടെ സ്പൈക്ക്. അത്രേ ഉള്ളൂ, ചെറിയ പണി. അത് ചെയ്തു തന്നെ പെട്ടെന്ന്. ഒരു സ്റ്റൈല് മാറ്റി പിടിക്കാലോ രാവട്ടാ. നീ വന്നേ, നീ പുറത്തേക്ക് വാ. ആഹാ, സെറ്റപ്പ് പുറത്താക്കിയാ. അത് നല്ല എന്നെ വാ. ഇത് കണ്ടാ നീ? നോക്കട്ടെ. ആ തോട് എന്താ ചോരുന്നുണ്ടാ? ഈ പറഞ്ഞ കട്ടും ഈ കടയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാ നായിയേ? யாருப்பா நீ? என்னாச்சு? பழனிசாமி கவுண்டர் எனக்கு மாமா. என் குண்டிக்குள்ள வெடிகுண்டு பட்டிருக்குங்க. பலி தாங்க முடியல. எப்படியாவது காப்பாத்துங்க. வெடிகுண்டா? அது எப்படி? தப்பி தவறி துப்பாக்கி மேல உட்கார்ந்துருச்சுங்க. அது எப்படி? எப்படி இப்படி அப்படி இல்ல, அப்புறம் சொல்றாங்க. முதல்ல குண்டு எடுத்து. പോലീസ് എന്നെ ജീപ്പ് ടിക്കറ്റ് കൊണ്ടുപോകുമ്പോ നീ എനിക്ക് ടാറ്റ തരുമല്ലടാ. ഞാൻ പോലീസ് ജീപ്പി 3 ടൂറിന് പോണെന്ന് കരുതിയോടാ നീ? ഇങ്ങനെ ഒരിക്കൽ കൂടെ പോണ്ടാന്ന് പറഞ്ഞ. ഇന്ന് ചന്തയിൽ പോയില്ലേ? പോണം. വരുമ്പോ എനിക്ക് എന്തോ കൊണ്ടുവരും. എന്തിനു വേണം? ഒന്നും വേണ്ട, ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. ചെല്ലമ്മ ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ? എങ്ങനെ അറിഞ്ഞു? ചിമ്മിനി വിളക്ക് എരിയുന്ന കണ്ടു. ആരോ പാടുന്നത് കേട്ടല്ലോ, എഞ്ചിൻ പുറകിൽ. ഞാൻ അറിഞ്ഞില്ലല്ലോ. ഓ, കള്ളം. നല്ല പാട്ടായിരുന്നു. ചുമ്മാ ഒറ്റയ്ക്കിരുന്നപ്പോൾ അറിയാതെ പാടിപ്പോയി. അതിന് ആരാ അത്? ഗോപൻ ഗുണ്ട. ഗോതമ്പുണ്ടയോ? ഗോതമ്പുണ്ടല്ലോ, ഗോപൻ ഗുണ്ട. ഞാൻ തോട്ടത്തിൽ തുമ്മി. നീ തോട്ടത്തിൽ തുമ്മുവോ മുറ്റത്തും ഉള്ളൂ, അതെനിക്ക് വിഷയമല്ല. അല്ല, ആട്ട എന്നാ വന്നേ? ആട്ടോ എന്തിനാ വന്നത്? ആട്ടോ എന്നെ കൊണ്ട് വന്നത്. എണ്ണയും കൊണ്ട് വന്നോ? എന്നെയും കൊണ്ട് വന്നതെന്ന്. ഞാൻ അതല്ലേ ചോദിച്ചേ, എന്റെ ഈ പുതിയ വീട്ടിലെ കേറി താമസം നിങ്ങൾ എന്തിനാ വന്നേന്ന്? നിനക്ക് ലോകപരിചയം വളരെ കുറവാണ്, അതുകൊണ്ട് പറയുക ഈ പ്രദേശത്തെ പറ്റി നിനക്ക് തീരെ അറിയില്ല. ഞാനെനിക്ക് ലോകപരിചയം ഒരുപാടുണ്ട്, നിനക്ക് എന്നെ കുറിച്ച് അറിയാൻ പഞ്ഞിട്ടാ. നീ നാഗാലാൻഡ് എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, അവിടെ പോയിട്ടുണ്ട്. 3-4 റൈഡേ കയറി ഇത് വൈകി അടുത്ത. അത് വീഗാലാൻഡ്, ഇത് നാഗാലാൻഡ്. അതിഭയങ്കരമായ നാഗന്മാരുള്ള സ്ഥലമാണ്. എത്ര മണിക്കാണ്? ഉച്ചിക്കാടൻ സാറും ഭാര്യയും ഒന്ന് തുടങ്ങാൻ പറഞ്ഞു തുടങ്ങി. അങ്ങനെ തുടങ്ങാൻ പറഞ്ഞാൽ തുടങ്ങോ? ഇപ്പൊ തോമാച്ചായൻ നിർത്താൻ പറഞ്ഞ ഞാനെങ്ങനെ? Attention, Mr. Narendra Shetty. എല്ലാം കേട്ടല്ലോ? Anything wrong about your end? Nothing, Your Honor. Whatever the truth he has said is absolutely right, Your Honor. Your Honor, can I ask him one question? ഒരേ ഒരു ചോദ്യം.